വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെപ്പർ ചിക്കൻ മസാലയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, കുക്കറിൽ നമ്മൾ ചിക്കൻ 2 വിസിലെടുക്കാൻ പോവാണ്. മസാലയൊക്കെ പുരട്ടിയിട്ട് 2 വിസിലെടുക്കാം. അപ്പോൾ അത് എടുത്ത് മാറ്റി വെച്ചു. നമ്മളിനിപ്പോൾ പാനിൽ ഓയിൽ ഒഴിച്ച് പച്ചമുളക്, കരിവേപ്പില, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ടോളൂ. ഇതൊക്കെ ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം നമ്മൾ സബോള ആഡ് ചെയ്തു. ഒരു 4 വലിയ സബോളയാണ്. സബോള ആഡ് ചെയ്തിട്ട് നമ്മൾ ഉപ്പും ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മളിതിങ്ങനെ വഴറ്റി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചും പൂണ്ടും വെളുത്തുള്ളിയും റെഡിയാക്കാം. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയും റെഡിയാക്കി ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നമ്മൾ 2 മിനിറ്റ് നല്ല പോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് ക്യാപ്സിക്കം പൊടിയായി നുറുക്കിയത് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കം ഫുൾ ക്യാപ്സിക്കമാണത്. അപ്പോൾ അത് ആഡ് ചെയ്ത് നമ്മളൊന്ന് നല്ലോണം വഴറ്റി കൊടുത്തു. അപ്പോൾ നമ്മൾ മസാല ആഡ് ചെയ്യാണ്. മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അധികം കരിക്കേണ്ട, അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ടൊമാറ്റോ പ്യൂറി റെഡിയാക്കുകയാണ്. അപ്പോൾ ടൊമാറ്റോ പ്യൂറി റെഡിയാകുമ്പോഴേക്കും നമ്മുടെ മസാല സെറ്റാവും ഒന്ന്. അപ്പോൾ നമ്മളിതേ പ്യൂരി ഇതിലോട്ട് ആഡ് ചെയ്യാണ്, ടൊമാറ്റോ പ്യൂറി. അപ്പോൾ അതൊന്ന് നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ടൊമാറ്റോ ഒഴിച്ചിട്ട് നമ്മളൊരു 1 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മളിതിലോട്ട് തൈര് ആഡ് ചെയ്യാണ്. ഒരു 10 രൂപയുടെ തൈരൊക്കെയാണത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ച ചിക്കൻ്റെ ആ സ്റ്റോക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് നല്ല പോലെ ഇതൊന്ന് കുറുകാൻ വിടുകയാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ലേശം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടൊമാറ്റോ സോസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സോയ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്തത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പിന്നെ കുരുമുളക് പൊടി. ഇത് മാത്രമാണ് നമ്മൾ ഇട്ടിട്ട് ഒരു വിസിലെടുത്ത് അയർ കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ ചിക്കൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. കരിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ മിളക് ചതച്ചെടുത്തത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ക്രഷ് ചെയ്തതാണ്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നമ്മൾ 5 മിനിറ്റ് നല്ലപോലെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചു. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ആ ഗ്രേവിയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ നമ്മൾ ഇനിയും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയായി കട്ട് ചെയ്ത ഒരു ഓണിയൻ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് ഇത് ചിക്കനോട് കൂടി ബോയിലായി കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ്. മദ്യം നിമിത്തം മക്കൾക്ക് ഇതൊരു നല്ല ടച്ചിങ്സും ആയിരിക്കും. അപ്പോൾ നമ്മളത് നല്ലപോലെ ഇളക്കി കൊടുത്തു. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ആ ഗ്രേവിയൊക്കെ നല്ലപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. ടച്ചിങ്സിന് പറ്റിയ സംഭവമാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില ഗാർണിഷ് ചെയ്ത് നമ്മൾ അടിപൊളിയായി കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് കഴിക്കുകയാണ്. മാൻ്റെ പൊന്നോ, അടിപൊളി സാധനം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി. Enjoy today's vlog. See you on next vlog. Till then, bye bye.